ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവരം പങ്കുവയ്ക്കുകയാണ്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. നാളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്കൊന്നും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിയോഗമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മലയാള സിനിമയുടെ അത്രത്തോളം ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ബഹുമുഖ പ്രതിഭ വിട വാങ്ങുകയാണ്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എത്രയെത്ര സിനിമകളല്ലേ നമുക്ക് ഒരുപക്ഷെ ശ്രീനിവാസൻ എന്ന പേര് കേൾക്കുമ്പോൾ പോലും നമ്മളുടെ മനസ്സിൽ കൂടി പായുന്ന ഒരുപക്ഷെ നമുക്ക് ഒറ്റയടിക്ക് പോലും എടുത്തെടുത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ എത്രയെത്ര സിനിമകൾ, മനോഹരമായ സിനിമകൾ, നിലപാടുകൾ നിറഞ്ഞ സിനിമകളൊക്കെ തന്നെയും മലയാളത്തിന് വേണ്ടി സമ്മാനിച്ച പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ്. ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. അങ്ങനെ മനോഹരമായ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന, നിലപാടുകളിലൂടെ പോകുന്ന, സമകാലിക പ്രസക്തിയുള്ള ഒരുപാട് സിനിമകൾ, ആ സിനിമകളൊക്കെ പറയുമ്പോഴും ആ ഡയലോഗുകളൊക്കെ തന്നെയായാലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായാലും നമ്മുടെ മനസ്സിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. ഏറ്റവും മികച്ച സിനിമകൾ തന്നെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ആ പ്രഗത്ഭനായ വ്യക്തി നടൻ ശ്രീനിവാസൻ മലയാള സിനിമയിൽ നിന്ന് നമ്മളിൽ നിന്നൊക്കെ വിട വാങ്ങിയിരിക്കുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന വിവരം നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഏറെ നാളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും ഈ സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലായാൽ പോലും ഓരോ ഇടങ്ങളിലും അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വേദനയായി തന്നെ മാറുകയാണ്. നടൻ ശ്രീനിവാസൻ വിട വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വിവരം എന്താ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അത്രത്തോളം വലിയ തീരാ നഷ്ടമാണ് ഉറപ്പായിട്ടും മലയാള സിനിമയ്ക്ക് ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തർക്കും. കാരണം അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ തിരക്കഥയിലൂടെ ആയാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആയാൽ തന്നെയും ഒരുപാട് ഇഷ്ടത്തോടു കൂടി നമ്മൾ കണ്ട എത്രയെത്ര സിനിമകളുണ്ടല്ലേ. പഴയ കാലം മുതൽ ഇതുവരെയുള്ള ഓരോ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തായാലും അഭിനയമായാലും മറക്കാൻ പോലും കഴിയാത്ത അത്ര തരത്തിൽ എത്രയോ തവണ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരുപാട് ഡയലോഗുകൾ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ സംഭവമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും അതുമായിട്ട് പോലും ചേർത്ത് വയ്ക്കാൻ പാകത്തിനുള്ള സിനിമകൾ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഒരുപാട് വേദനയോടുകൂടി മാത്രമേ നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റൂ.